വചനമൊഴി ഡിസംബർ 23. വചനഭാഗം എഫേസോസ് 6:18-20, യോഹന്നാന്റെ സുവിശേഷം 1:1-5. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടുകൂടെയായിരുന്നു. സമസ്തവും അവനിലൂടെ സംഭവിച്ചു, ഒന്നും അവനെ കൂടാതെ സംഭവിച്ചിട്ടില്ല. അവനിൽ സംഭവിച്ചത് ജീവനായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ഈശോയിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ ആദ്യ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. ഈശോ മിശിഹ ആരായിരുന്നുവെന്നും ഈശോ മിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ചും യോഹന്നാൻ ശ്ലീഹ വ്യക്തമായി പറയുന്ന വചനഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആമുഖ ഭാഗം. 1-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വചനങ്ങൾ ഒരു ആമുഖ ഗീതമാണ്. അതിൻ്റെ അകത്തെ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈശോയെ കുറിച്ച് പറയും, മറ്റൊന്ന് സ്നാപയോഹന്നാന്റെ സാക്ഷ്യത്തെക്കുറിച്ച് പറയും. സുവിശേഷം പറയുന്നത് വചനം ആദിയിൽ ഉണ്ടായിരുന്നതാണ്, ദൈവത്തോട് കൂടെ ഉണ്ടായിരുന്നതാണ്, ദൈവീകമായ എല്ലാ വെളിപാടുകളും സംഭവിച്ചത് വചനത്തിലൂടെയാണ്. ആ വചനമാണ് എല്ലാറ്റിനെയും സൃഷ്ടിച്ച് ക്രമപ്പെടുത്തിയത്. ആ വചനമാണ് അബ്രാഹത്തെ വിളിക്കുന്നത്. ആ വചനമാണ് മോശയോട് സംസാരിച്ചത്. ആ വചനമാണ് പ്രവാചകന്മാരിലൂടെ സംസാരിച്ചത്. ആ വചനമാണ് രാജാക്കന്മാരിലൂടെ പ്രവർത്തിച്ചത്. ആ വചനമാണ് ഇസ്രായേലിനെ ചരിത്രത്തിലൂടെ നയിച്ചത്. അനാദി മുതൽ ഉണ്ടായിരുന്ന ആ വചനം മാംസം ധരിച്ച് മനുഷ്യരുടെ ഇടയിൽ വസിച്ചു. അതാണ് ഈശോ മിശിഹ. ഈശോ മിശിഹായിലൂടെ ദൈവീക മഹത്വം അതിന്റെ പൂർണ്ണതയിൽ മനുഷ്യകുലത്തിന് വെളിപ്പെടുത്തപ്പെട്ടു. കൃപയും സത്യവും നിറഞ്ഞ ദൈവീക വെളിപാടിന്റെ മഹത്വം അവനിലൂടെ ദർശിച്ചു. ഈശോ മിശിഹായിക്ക് ഉണ്ടായിരുന്ന മഹത്വം ലോകത്തിന് അതിന്റെ പൂർണ്ണതയിൽ വെളിപ്പെടുത്തിയത് മനുഷ്യാവതാരത്തിലൂടെയാണ്. ഈശോ തന്റെ പീഡാസഹന കുരിശുമരണ ഉത്ഥാനത്തിന് മുൻപ് പ്രാർത്ഥിക്കുന്നതും യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 5-ാം വചനത്തിൽ കാണാം. പിതാവേ, ലോക സൃഷ്ടിക്ക് മുൻപേ എനിക്ക് അവിടുത്തോടുകൂടി ഉണ്ടായിരുന്ന അവിടുത്തെ മഹത്വത്താൽ എന്നെ ഇപ്പോൾ മഹത്വപ്പെടുത്തണമേ. മിശിഹായുടെ മനുഷ്യാവതാരം പ്രത്യേകമായി അനുസ്മരിക്കുന്ന ഈ പിറവി തിരുനാളിന്റെ അവസരത്തിൽ മിശിഹായുടെ വെളിപ്പെടുത്തപ്പെട്ട ദൈവിക സത്യങ്ങളെ അതിന്റെ പൂർണ്ണതയിൽ ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അത് മനനം ചെയ്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിനും, അങ്ങനെ മിശിഹ നമ്മിൽ പിറന്ന് നമ്മിലൂടെ മിശിഹ ലോകത്തിൽ ആയിരിക്കുവാനും കൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.